ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള എലി, പല്ലികൾ, അതുപോലെ തന്നെ പാറ്റ, നമ്മുടെ വീട്ടിലെ മെയിൻ ശല്യമായിട്ട് മാറുന്നതാണ്. ഒന്ന് പാറ്റ, അതുപോലെ ഉറുമ്പ്, കൊതുക്, ഇതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയുടെ ഉപയോഗങ്ങൾ ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാൻ പറ്റും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് എലിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അപ്പക്കാരെന്നൊക്കെ പറയും. ഇത് നമ്മൾ ഒരു പേപ്പറിലാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ 4 മൂലകളിലായിട്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ വീടിൻ്റെ 7 അയലത്തോലും എലി വരില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് അത്രയും അസഹനീയമായിട്ടാണ് എലികൾക്കൊക്കെ അനുഭവപ്പെടുക. നമുക്ക് അത്ര കണ്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേങ്കിൽ ഇത് അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് എലികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അവർക്ക് അവരുടെ ശരീരത്തിനെ മുറുകിക്കും. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കുന്ന സമയത്ത് എലിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വെപ്രാളപ്പെടുകയും അത് നമ്മുടെ വീടും നാടൊക്കെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യേണ്ടൂ. നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇതുപോലെ പേപ്പറിലാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ 4 മൂലകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് വെച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടുകയൊന്നുമില്ല. നമുക്ക് അറിയാൻ പറ്റാത്ത സ്മെല്ലാണ്. പക്ഷേങ്കിൽ ഈ ജീവജാലങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഇപ്പോൾ പാറ്റ ആയിക്കോട്ടെ, പല്ലി ആയിക്കോട്ടെ, അതുപോലെ കൊതുക്, ഇതൊന്നും വരാതെ നമുക്ക് നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ 4 മൂലകളിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബിരിയാണി മസാലക്കൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദോഷഫലങ്ങളുണ്ട്. നമ്മൾ ഗ്രാമ്പു ഉപയോഗിക്കുമ്പോൾ ഒരു കുറച്ചളവിൽ, അതായത് ഒരു മിതമായ അളവിൽ മാത്രമേ നമ്മൾ അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ചെറിയൊരളവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഗുണങ്ങളും ഉള്ളതുപോലെ തന്നെ ദോഷഫലങ്ങളും ഏറെയുള്ളൊരു സംഭവമാണ് നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഈ ഗ്രാമ്പു എടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മുടെ കിച്ചൺ ടോപ്പിലും അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ നമുക്ക് എലി, പല്ലി, പാറ്റ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചുമരിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ജീവജാലങ്ങളുണ്ടാവില്ല, അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സംഭവമാണ് ഈ ഗ്രാമ്പു. അത് നമ്മൾ അളവിൽ കൂടുതൽ തന്നെ ഉപയോഗിക്കണം. നമ്മൾ സാധാരണ നമുക്ക് വായനാറ്റുണ്ടാവുമ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ പൊടിച്ചിട്ട് ആ വെള്ളം കൊണ്ട് വായ കഴുകി കഴിഞ്ഞാൽ വായനാറ്റമൊക്കെ പോകും. അതുപോലെ നമുക്ക് പല്ലുവേദനയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താണോ പല്ലുവേദന ഉള്ളത് ആ ഭാഗത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ആ വേദന മാറും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്രയും അളവിൽ തന്നെ നമുക്ക് ദോഷഫലങ്ങളും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മൾ അളവിൽ കൂടുതൽ ഇത് ഉപയോഗിക്കാനേ പാടില്ല. അത് എന്തൊക്കെ ഉപയോഗത്തിന് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എലി, പല്ലി, പാറ്റ ഇങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രാമ്പു നമുക്ക് നല്ലൊരു ഉപാധിയായിട്ട് എടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് അധികം അളവിൽ തന്നെ എടുത്തിട്ട് ഇത് പൊടിച്ചിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് അത്രയും ഇതായിട്ട് എലിയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കയറി ഉടനെ തന്നെ തിരിച്ചിറങ്ങി ഓടിപ്പോവും. അത്രയും നമ്മുടെ സാധനങ്ങൾ നശിപ്പിക്കാനോ അതിനൊന്നുള്ള നേരം എലിക്ക് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനി ഗ്രാമ്പൂവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രാമ്പൂവിൽ യുജിനോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രക്തത്തെ കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രക്തം കട്ട പിടിക്കും ഈ ഒരു സംഭവം കൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് അളവിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മിതമായ അളവിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ നമുക്കായാലും നമ്മൾ ഓരോ കാര്യത്തിന് എടുക്കുമ്പോൾ നമ്മൾ അത്രയും മിതമായിട്ടുള്ള അളവിലേ നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എലി, പല്ലി അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ വേണ്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചധികം തന്നെ എടുത്തിട്ട് ഇത് പൊടിച്ചിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാട്ടോ ഇത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനെ വലിയൊരു കാശ് ചിലവ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ഉള്ളി എടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ നടുഭാഗം ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഹോള് പോലെ ആയിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിയുടെ ഭാഗം. ഒരുപാട് പേർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. ഇതുപോലെ നല്ല ചെറിയൊരു ഹോള്, നല്ല രീതിയിൽ തന്നെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ സവാളക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ
കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഗ്രാമ്പു എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഹോളിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരളവിലെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു സ്പൂണ് തന്നെ, ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ നമ്മൾ ഹോള് ഇട്ടതിന് ശേഷം ഇനി ഞാനിതിൽ ചെറിയൊരു തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണയിൽ നനച്ചൊന്ന് കൊടുത്തതിന് ശേഷം അതിന് ശേഷം നമ്മളിതൊന്ന് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറേ സമയം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ലും ഉണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൊതുക് പാറ്റയൊക്കെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സവാള എടുത്ത് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഗ്രാമ്പു, ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് അതിനുശേഷം ഒരു തിരിയിട്ട് കത്തിച്ചു കൊടുത്ത് ഇത് ഈ വെളിച്ചെണ്ണേൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഈ സവാളയുടെയും മൂന്നിൻ്റെയും കൂടിയിട്ടുള്ള ആ മിശ്രിത ആയിട്ടുള്ള ആ ഒരു സ്മെല്ലും കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വൈകുന്നേരമൊക്കെ നമ്മൾ കത്തിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ ഉറുമ്പിനെയും കൊതുകിനെയൊക്കെ ഓടിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കിച്ചണിൻ്റെ ഈ ഒരു വാഷ് ബേസിലോട്ട് നമ്മൾ എന്താക്കുക, കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ പൈപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. ഈ ബേക്കിംഗ് സോഡ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പൈപ്പൊക്കെ അടഞ്ഞ് പോകുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നല്ല ക്ലീനിങ് ആയിട്ട് വരുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പാറ്റ ശല്യം കാണപ്പെടുന്നത് രാത്രിയിലാണ്. പാതിരാത്രിയിലൊക്കെ ആകുമ്പോഴാണ് പാറ്റകളൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പാറ്റയുടെ മുട്ടകളൊക്കെ നശിച്ചു പോകും. അതുപോലെ പാറ്റയും ചത്ത് വീഴും എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോഴേക്കും നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ പൈപ്പൊക്കെ അടഞ്ഞു പോകാതെ നല്ല രീതിയിൽ നമുക്ക് ഇത് ഇങ്ങനെ എപ്പോഴും ഇത് കുറച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു വീക്കിലി ഒരു തവണയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടി വരില്ല. അത്രയും നല്ല രീതിയിൽ പാറ്റശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് ഞങ്ങളെ അറിയിക്കണം. എല്ലാ ടിപ്സും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.